പറക്കാട് നേച്ചർ റിസോർട്ട്സ് മൂന്നാർ എത്തുന്നതിന് മുന്നേ പള്ളിവാസൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പോപ്പുലർ ആയ ഒരു റിസോർട്ട്. ഒരു ഫ്ലോർ മുഴുവൻ അവർ റിസപ്ഷൻ ഏരിയയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ റിസോർട്ട് പറക്കാട് ജുവൽസിൻ്റെ ആയതുകൊണ്ട് ഇവിടെ അവരുടെ ചെറിയൊരു ഷോപ്പ് കൂടി കാണാം. ടോപ്പ് ഫ്ലോറിലാണ് റിസപ്ഷൻ ഏരിയ. റൂംസ് എല്ലാം വരുന്നത് താഴത്തെ നിലകളിലാണ്. ഞാനിങ്ങോട്ട് 2 തവണ വന്നിട്ടുണ്ട്. ആദ്യം ഫാമിലി ആയിട്ടും പിന്നീട് കമ്പനിയിൽ നിന്ന് ടീമായിട്ടും. രണ്ടിൻ്റെയും വിഷ്വൽസ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം വന്നപ്പോൾ എടുത്ത റൂം കുറച്ചുകൂടി സ്പേസ് ആവാമായിരുന്നു എന്ന് തോന്നി. ഇത് ഏകദേശം 6500 രൂപയ്ക്കാണ് അന്ന് എടുത്തത്. ഇതിൽ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിരുന്നു. പിന്നെ റൂമിൽ നിന്ന് ഗാലറിയിലേക്ക് കിടക്കാം. പക്ഷേ ഇതൊരു പ്രൈവറ്റ് ഗാലറി അല്ല. നമ്മുടെ തൊട്ടടുത്തുള്ള റൂമുകാർക്കും ഈ ഗാലറിയിലേക്ക് കിടക്കാൻ പറ്റും. അതിൽ ചെറിയൊരു പ്രൈവസി ഇഷ്യൂ ഫീൽ ചെയ്യും. ഒന്നും കൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ള റൂം എടുക്കുകയാണെങ്കിൽ തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ ഉള്ള റൂമൊക്കെ കിട്ടും. ബാത്റൂംസൊക്കെ നീറ്റാണ്. നമുക്ക് ആവശ്യമുള്ള എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത് വന്നപ്പോൾ എടുത്ത റൂം കാണിച്ചു തരാം. ഇത് റിസോർട്ടിൻ്റെ മെയിൻ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ആണ്. നല്ലൊരു തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ കൂടി ഉണ്ടായിരുന്നു. ഇതിൽ 4 പേര് ഇൻക്ലൂഡ് ആവുന്ന റൂംസും കപ്പിൾ റൂംസും ഒക്കെ ഉണ്ട്. റേറ്റ് സീസൺ അനുസരിച്ച് മാറും. ഞങ്ങൾക്ക് ഈ റൂം കിട്ടിയത് 5400 രൂപയ്ക്കാണ്, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. ഡിന്നർ നമുക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു. ഗസ്റ്റുകൾക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കുറേ കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതിലൊന്നാമത്തെയാണ് റിസോർട്ടിനുള്ളിൽ തന്നെയുള്ള ഒരു ചെറിയ ജീപ്പ് റൈഡ്. നല്ല കുത്തനെയുള്ള ഇറക്കത്തിൽ നല്ല വളവുകളൊക്കെ തിരിച്ചുകൊണ്ട് ജീപ്പിൽ നമ്മളെ കൊണ്ടുപോകും. തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവന്നാക്കും. പ്രഗ്നൻ്റ് ആയവർക്കോ എന്തെങ്കിലും സീരിയസ് ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവർക്കോ ഇതിൽ പോകുന്നത് സേഫ് അല്ല. താഴെ പോയാൽ അവിടെ കുറച്ചധികം എൻ്റർടൈൻമെൻറ്റ്സും റിസോർട്ടിൻ്റെ പ്രൈവറ്റ് വാട്ടർഫോളും പിന്നെ കേവ് റൂംസും ഒക്കെ ഉണ്ട്. ശരിക്കും ഒരു ടീമായിട്ടൊക്കെ വരികയാണെങ്കിൽ ഇവിടെ എൻജോയ് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. വാട്ടർഫോളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേവ് റൂം വരുന്നത്. കേവ് റൂം ശരിക്കും നമുക്ക് കൗതുകം തോന്നുന്ന പോലെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇതിനുള്ളിൽ ചെറിയൊരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളും ഉണ്ട്. ഇതിനുള്ളിലെ ബാത്റൂം പോലും ചെറിയൊരു കേവിൻ്റെ ഉള്ളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിൽ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെയാണ് ജീപ്പ് വന്ന് നിൽക്കുന്നത്. ജീപ്പിൽ കയറി താഴേക്ക് ഇറങ്ങിയാൽ അവർ തന്നെ തിരിച്ച് മുകളിലേക്ക് കൊണ്ടുവന്നാക്കും. പിന്നെ പൂളിൻ്റെ അടുത്ത് ചെറിയൊരു പ്ലേ ഏരിയ കൂടി കാണാം. റിസപ്ഷൻ്റെ ബാക്ക് സൈഡിലുള്ളതാണ് ഈ കാണുന്നത്. നല്ല തണുപ്പുള്ള സീസൺ ആണെങ്കിൽ അടിപൊളി വ്യൂ ഒക്കെ നമുക്ക് ആസ്വദിക്കാം. ഇവിടെ ഇരുന്ന് എടുത്ത ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ കണ്ടിട്ടുണ്ടായി. പിന്നെ ഇവിടെ ഇരുന്ന് സംസാരിക്കാനും ക്യാരം ബോർഡ് കളിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. നൈറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ആംബിയൻസ് വേറെ ലെവലാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ അടിപൊളിയായിരിക്കും.
ഇനി ഡിന്നറിലേക്ക് കിടക്കാം. റെസ്റ്റോറൻറ്റിന് നല്ല ആംബിയൻസ് ആണ്. അത് നൈറ്റ് ആയാലും മോർണിംഗ് ആയാലും. ഡിന്നറിന് അവർ തരുന്ന മെനുവിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമ്മുടെ പാക്കേജിൽ ഡിന്നർ ഇൻക്ലൂഡ് അല്ലെങ്കിൽ പെർ ഹെഡ് ഒരു റേറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഡിന്നർ അൺലിമിറ്റഡ് ആണ്, നമുക്ക് എന്ത് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. പക്ഷേ ആവശ്യമുള്ളത് മാത്രം ഓർഡർ ചെയ്യുക, ഭക്ഷണം വേസ്റ്റ് ആക്കാതിരിക്കുക. ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സൈഡ് ഫുൾ ഓപ്പൺ ആയതുകൊണ്ട് ആ ഒരു ആംബിയൻസിൽ നിന്ന് കഴിക്കുന്നത് ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചു കരയുകയും അവരൊരു സ്റ്റാഫ് വന്നിട്ട് എടുക്കട്ടെ എന്ന് പെർമിഷൻ ചോദിച്ച് പിന്നെ കുറേ നേരം അവർ തന്നെയാണ് കൊച്ചിനെ എടുത്തുകൊണ്ട് നടന്നത്. അത് നമുക്ക് വലിയൊരു സമാധാനമായിരുന്നു. ഇനി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറയാം. നമ്മൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണോ എന്ന് പ്രത്യേകം ചോദിക്കണം. പറഞ്ഞാൽ തീരാത്ത അത്ര ഐറ്റംസാണ് അവർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ബഫേ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, ഫുഡ് വേസ്റ്റ് ചെയ്യാതിരിക്കുക. നാടൻ ഭക്ഷണങ്ങളിൽ തുടങ്ങി ചൈനീസ്, നോർത്ത് ഇന്ത്യൻ കട്ട് ഫ്രൂട്ട്സ്, സാലഡ്സ്, മഫിൻസ്, ഡെസേർട്ട്സ്, ജ്യൂസ്, അങ്ങനെ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റാത്ത അത്ര ഐറ്റംസാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞാനെടുത്ത ഐറ്റംസാണ് ഈ കാണുന്നത്. മോർണിംഗ് കുറച്ച് നാടൻ ഐറ്റംസ് പിടിക്കാനാണ് എനിക്ക് താല്പര്യം. പിന്നെ കുറച്ച് മഫിൻസും കുക്കീസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സീസണൽ സമയത്താണെങ്കിൽ ഒരുപാട് ഡിഷസ് ഇവിടെ ഉണ്ടായിരിക്കും, കാരണം അത്രയ്ക്കധികം ഗസ്റ്റുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഫാമിലി ആയിട്ട് വന്നപ്പോഴും ഞങ്ങൾ കമ്പനിയിൽ നിന്ന് വന്നപ്പോഴും ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പോൾ പറക്കാട് നേച്ചർ റിസോർട്ടിലെ വിശേഷങ്ങൾ ഇത്രയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സ്നേഹത്തോടെ പുടിയഗടി.